നമുക്ക് കൂടുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ ഒരു 3 അടി നീളം 2 അടി വീതിയൊക്കെ വരുന്ന താഴെ 2 ലെയർ മെഷ് റൂഫ് ഷീറ്റൊക്കെ വരുന്ന ഹാഫ് ഇഞ്ച് സ്ക്വയർ മെഷൊക്കെ ഇട്ടിട്ടുള്ള ഒരു 3700 രൂപയുടെ 10 കോഴീനെ ഇടാവുന്ന രീതിയിൽ PV3 ഒക്കെ ആണെങ്കിൽ ഒരു 10 കോഴി, അല്ലെങ്കിൽ നോർമലൊക്കെ ആണെങ്കിൽ ഒരു 7 കോഴികളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു നാടൻ കൂട്. അതുപോലെ തന്നെ 2 കള്ളി തിരിച്ചിട്ടുള്ള ഒരു 4900, 2 കള്ളി തിരിച്ചിട്ടുള്ള ഫുൾ സ്ട്രെങ്തോട് കൂടിയിട്ടുള്ള ഓടാമ്പലുകളും അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ മെഷ് പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ വരുന്ന 4900-ൻ്റെ ഒരു നാടൻ കൂട്. PV3 ഒക്കെ ആണെങ്കിൽ ഒരു 10-12 കോഴികളും നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ ഒരു 10 കോഴികളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു നോർമൽ കേജാണ്. പിന്നെ ഹൈടെക് രീതിയിലുള്ള കൂടുകളൊക്കെ ആണെങ്കിൽ ഒരു 3 അടി നീളം 2 അടി വീതിയുടെ കൂട് പരിചയപ്പെടാം. 10 PV3 ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒറ്റ കള്ളി മാത്രമായിട്ടുള്ള ഒരു കൂടാണ്. വില വരുന്നത് 4800. നിപ്പിൾ ഡ്രിങ്കർ സിസ്റ്റം എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു 12 PV3 കോഴികളെനൊക്കെ ഇടാവുന്ന രീതിയിലുള്ളൊരു കൂടാണ്. 2 കള്ളി വരുന്ന കൂടാണ്. അപ്പോൾ ഫുള്ള് സ്ട്രെങ്തോട് കൂടിയിട്ട് പുറത്ത് വയ്ക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് 6800 രൂപയാണ്. ഡ്രിങ്കർ സിസ്റ്റം ഉണ്ടാവും, അതുപോലെ തന്നെ എഗ് ട്രേ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 6800 ഫുള്ള് വെൽഡഡ് ഒന്നിക്കര മെഷാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഒന്നും കൂടി ഹൈടെക് ആയിട്ടുള്ള കൂടാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് 8800 ആണ്. 2 കള്ളി കൂടാണ്. ഫുള്ള് പ്രൊട്ടക്ഷൻ കവറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കൂടാണ്. എഗ് ട്രേ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷീറ്റ് വെച്ചിട്ടുള്ള കവറ് ബാക്കും സൈഡൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. 8800 10-12 കോയിനാണ്. ഇപ്പം PV3 ആണെങ്കിൽ ഒരു 12 കോയിനൊക്കെ ഇടാം, നാടനൊക്കെ ആണെങ്കിൽ ഒരു 10 കോയിനൊക്കെ ഇടാം. പിന്നെ ഒരു 14-15 കോയിനിടാവുന്ന രീതിയിലുള്ള 5 അടി നീളം 3.5 അടി വീതി വരുന്നൊരു കൂടാണ്. ഇത് വിത്ത് റൂഫോട് കൂടിയിട്ടാണെങ്കിൽ ഇതിന് വില വരുന്നത് 10,800 ഉണ്ട്, 11,200 ഉണ്ട്. 10,800 12 kg മെഷാവുക, 11,200 10 kg മെഷായിരിക്കുക. നിപ്പിള് ഡ്രിങ്കർ സിസ്റ്റം അതുപോലെ തന്നെ എഗ് ട്രേ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് അടുത്ത് ഫുള്ള് പ്രൊട്ടക്ഷൻ. ഫ്രണ്ടിൽ കവർ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളതാണ്, ബാക്കിലും അതെ. ഇത് 14-15 കോഴിനിടാൻ രീതിയിലുള്ളതാണ്. താഴെ സെക്കൻഡ് ലെയർ മെഷ് ഉണ്ടാവും. ഫുൾ ഓടാമ്പലുകൾ 5 അടി നീളം 3.5 അടി വീതി. അപ്പോൾ ഇതിന് വില വരുന്നത് 11,200 ഉണ്ട്, 10,800 വിത്ത് റൂഫില്ലെങ്കിൽ 1,800 രൂപ കുറവുണ്ടാവും കേട്ടോ. ഇതുപോലെ ഒരു റൂഫ് വരിക. പിന്നെ വരുന്നത് ഒരു 20 കോഴികളതിനൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു കൂടാണ്. അപ്പോൾ അതിൽ പ്ലാസ്റ്റിക് സ്ലാറ്റഡ് ഫ്ലോറുകൾ, അതുപോലെ തന്നെ പാർട്ടീഷനൊന്നും ഉണ്ടാവില്ല. നമുക്കിതൊക്കെ എടുത്ത് വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു കൂടാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് 13,800 ആണ്. ഒരു 20 കോഴീനെ ഇടാവുന്ന രീതിയിലുള്ള കൂടാണ് കേട്ടോ. 4 ഭാഗം നമ്മൾ ഒന്നിക്കരയുടെ നല്ല വെൽഡഡ് മെഷുകളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണാൻ പോകുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു 30 കോഴിയുടെ കൂടും അതിൻ്റെ മുകളിലായിട്ട് ഒരു ബാഡ്സിൻ്റെ കൂടും. 5 അടി നീളം 2.5 അടി വീതി വരുന്ന ഒരു ബാഡ്സിൻ്റെ കൂട് മുകളിലുണ്ട്. താഴെ 5 അടി നീളം 3.5 അടി വീതിയായിട്ടുള്ള 2 തട്ട് കോഴിക്കൂടും. 30ഓളം കോഴികളെ ഇടാവുന്ന രീതിയിലുള്ള കൂടാണ്. 4 കള്ളി ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കസ്റ്റമൈസേഷനാണ്. ഒരു പാർട്ടി അങ്ങനെ പറഞ്ഞതാണ്. മുകളിൽ റൂഫ് പൊക്കി വയ്ക്കുന്ന ഭാഗം അവർക്ക് നെറ്റ് വെച്ച് കവർ ചെയ്ത് ഒരു കൂടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുകളിലും അതിൻ്റെ താഴെയും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രേകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രൂഡർ ബോക്സ്, ഒരു ഊഞ്ഞാല്, അതുപോലെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ വയ്ക്കാൻ ഇതുപോലെ നമ്മളൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ അതുപോലെ നിപ്പിള് ഡ്രിങ്കർ സിസ്റ്റം, അതുപോലെ തന്നെ തീറ്റ കൊത്തി തിന്നാൻ ഇതുപോലെ ഹോളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് തീറ്റ എടുക്കുക. അപ്പുറത്ത് ഈ ബോക്സിലാണ് ഇതിൻ്റെ തീറ്റയുടെ പാത്തി. അപ്പോൾ ഇതകത്തല്ലാത്ത കാരണം ഇതിൽ കയറി കാട്ടിടുക, അതുപോലെ തന്നെ കച്ചറയാവുന്നില്ല. തീറ്റ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടും. അതിലേക്ക് ശീതളം നടിക്കാണ്ടിരിക്കാൻ ഇതുപോലെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുള്ള ഡോറുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടകളൊക്കെ ഇതിൽ വന്ന് വീഴും. അപ്പോൾ ചവിട്ടി പൊട്ടിക്കുക, അതുപോലെ തന്നെ കൊത്തി കുടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഈ പാത്തി നമുക്ക് എടുത്ത് വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ള പാത്തിയാണ് കണ്ട. അപ്പോൾ
അതുപോലെ തന്നെ ഇതൊരു 3 mm തിക്നെസ് ഉള്ള പാത്തിയാണ്. അപ്പോൾ ഇത് കൊത്തി ഹോളാവൊന്നും ചെയ്യില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. നല്ല സ്ട്രെങ്ത്തോട് കൂടിയിട്ടുള്ളൊരു പാത്തിയാണ്. അപ്പോൾ 3 സ്റ്റെപ്പിലും നമ്മളിതുപോലെ ട്രാഗുകൾ കൊടുത്തിട്ടുണ്ട്. 3 ഭാഗം ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നല്ലൊരു കൂടാണ്. വില വരുന്നത് ഇതിന് 26,500 രൂപകളാണ് ഈ കൂടിന് വില വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 26 കോഴീനിടുന്ന ഒരു 2 നല്ല കോഴിക്കോടും 2 സ്റ്റെപ്പ് 3 അടി നീളം, 3 അടി വീതിയും 5 അടി നീളം വരുന്നത് വിത്ത് റൂഫോട് കൂടിയിട്ട് ഇതിന് വരുന്നത് 16,800 രൂപയാണ്. ഇത് വീതി കൂടിയതാണ്, 3.5 അടി വീതി വരുന്നതാണ്. അപ്പോൾ 10 ഗേജിൻ്റെ വെൽഡഡ് മെഷ്, ഇതൊക്കെ നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്തൊക്കെയാണ്. കിളിക്കൂട് ബാറ്റ്സ് ഗേജ് ഫുള്ള് നമ്മൾ വെൽഡിങ് ആണ്, നെറ്റ് ഫുള്ള് വെൽഡിങ്. അപ്പോൾ സ്ട്രെങ്ത്ത് കൂടിയിട്ടുള്ള നെറ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ബാറ്റ്സ് ഗേജിനൊക്കെ ഒരു 16 ഗേജ് മെഷൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇത് നല്ല സ്ട്രെങ്ത്ത് കൂടിയിട്ടുള്ള നെറ്റുകളുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ.